നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് കുറേ നാളായി അല്ലേ. SSCRT ക്ലാസ്സുകളൊക്കെ നമ്മൾ വീഡിയോ ആയി ചെയ്യാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, LDC ഫൈനൽ ലാപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അതൊക്കെ വെറും വീഡിയോസ് മാത്രമാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ട് കുറേ നാളായി അല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് LDC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, അതുപോലെ തന്നെ LGS എക്സാമിന് വേണ്ടിയൊക്കെ പഠിക്കുന്നവര് കുറേ നാളുകളായി പറയുന്നു, മാം എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ തരൂ, നമ്മൾ ഭയങ്കര ടെൻഷനിലാണെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അതുകൊണ്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. നമ്മൾ കാത്തിരുന്ന LDC എക്സാമിന്റെ 1ാം ഘട്ടം കഴിഞ്ഞു അല്ലെ. തിരുവനന്തപുരം ജില്ലയിൽ 1ാം ഘട്ടം കഴിഞ്ഞു. അതിനുശേഷം ഖാദി ബോർഡ് LDCയുടെ ഒരു എക്സാം കൂടി നടന്നു. അപ്പോൾ ഈ 2 എക്സാമുകളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ PSC നമ്മളെ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. എന്താണ് നമ്മളെല്ലാവരും നന്നായി പഠിക്കുന്നവരാണ്, ഒരു ജോലി നേടണം, എൻ്റെ കുടുംബത്തെ സഹായിക്കണം അല്ലെ, എൻ്റെ കുടുംബത്തെ ഒരു നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ആത്മാർത്ഥമായി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരാണ് PSCക്ക് വേണ്ടി രാപകൽ കഠിനാധ്വാനം ചെയ്യുന്നത്. അപ്പോൾ അത്രയും നന്നായി പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പോയവർ പോലും ഒരു കുഞ്ഞു നിരാശ മനസ്സിൽ, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലൊരു ഒരു തൃപ്തി കിട്ടാത്ത ഒരവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, നമ്മളെ പരീക്ഷാ ഹാളിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പഠിച്ച് ആത്മവിശ്വാസത്തോടെ പരീക്ഷാ ഹാളിൽ കയറിയവരാണെങ്കിൽ പോലും ആ പരീക്ഷാ ഹാളിൽ വെച്ച് നമ്മളെ ഡെസ്പാക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ PSC ഇപ്പൊ ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ, ഇപ്പൊ കൂൾ ഓഫ് ടൈമൊക്കെ നമുക്ക് തരും അവര്, പക്ഷേ കൂൾ ഓഫ് ടൈമൊക്കെ തന്നാലും നമ്മൾ ടെൻഷനാക്കി, നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാതെ പോവുക, ശരിയാത്രയാണ് എന്ന് വിചാരിച്ച് തെറ്റുകുത്തുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത് PSCയുടെ ചില മോശപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും എക്സാം ഹാളിൽ വെച്ച് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ടൈം അല്ലെ. സമയം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിലാണ് നമ്മൾ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ പഴയ കാലത്തുള്ള പ്രസ്താവന രീതിയിലുള്ള എക്സാം വരുന്നതിന് മുമ്പുള്ള കാലത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉള്ള സമയത്ത് പോലും 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമായിരുന്നു. ആ ഒരു സ്ഥാനത്താണ് നമ്മൾ ഇന്ന് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നത്, വളരെ ദുഷ്കരമായ, വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലേക്ക് നമ്മൾ മാറിയത്. പിന്നെ നമ്മളോട് PSC ചെയ്ത ഒരു വലിയ ചതിയാണ് നമുക്ക് വാച്ച് കെട്ടാനുള്ള ഒരു അവസരം അവർ തരാതിരിക്കുന്നതും അല്ലെ. ആദ്യമേ നമുക്ക് വാച്ച് കെട്ടരുത് എന്ന ഒരു നിയമം വന്നു കഴിഞ്ഞു. ആ സമയത്ത് വാച്ചൊക്കെ കെട്ടി നമ്മൾ പരീക്ഷ എഴുതുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സമയം നോക്കി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ബെല്ല് കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പരീക്ഷ ടൈം കഴിഞ്ഞു എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വായിച്ച് ഓരോ ക്വസ്റ്റിനു വേണ്ടി സമയം കളയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല അല്ലെ, സമയം പോകുന്നത് നമ്മൾ അറിയാറേ ഇല്ല. അപ്പൊ അതൊരു വലിയ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് ഈ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഖാദി ബോർഡ് LDC, അതുപോലെ തന്നെ തിരുവനന്തപുരം LDC ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഖാദി ബോർഡ് LDC എന്ന എക്സാമിൽ നമുക്ക് വന്നിരിക്കുന്നത് 34 പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, വെറും 75 മിനിറ്റ് അല്ലെ, 75 മിനിറ്റ് മാത്രം തന്നിരുന്ന എക്സാമിന് തന്നിരുന്ന PSC നമുക്ക് എന്ത് തന്നു, ഒരു 1/4 മണിക്കൂർ അധികം തന്നു. 1.5 മണിക്കൂറാണ് നമ്മുടെ എക്സാം. ഈ ഒരു 15 മിനിറ്റ് നമുക്ക് തന്നു എന്ന ഒരു കാരണം കൊണ്ട് തന്നെ അവർ നമുക്ക് തന്നിരിക്കുന്നത് വലിയ ഒരു ബാധ്യതയാണ്. അതായത് 34 പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 1 മണിക്കൂറൊന്നും പോരാ. ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുക, 3-4 ഓപ്ഷൻസ് വായിക്കുക, ആ ആൻസറിലേക്ക് എത്തുക, വീണ്ടും അതിൻ്റെ ഓപ്ഷൻസ് നോക്കി ഏതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കുക, A ആണോ B ആണോ C ആണോ എന്നൊക്കെ നോക്കാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ എക്സാം ഹാളിൽ വെച്ച് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് അല്ലെ. അപ്പോ നമുക്ക് വളരെയധികം ഡിപ്രഷൻ വരും. ആദ്യം തന്നെ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്ന കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അത് കിട്ടിയ ഉദ്യോഗാർത്ഥികൾ വളരെ ഡെസ്പായി പോകും. കാരണം 10-20 ക്വസ്റ്റ്യൻസ് പ്രസ്താവന രീതിയിലുള്ളത് വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ സമയം എന്താവും, പകുതി മുക്കാല് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡിപ്രഷനിലൂടെയാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ കടന്നു പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇനി നമുക്ക് 2ാം ഘട്ട LDC എക്സാം നടക്കാൻ ഈ ഒരു പരീക്ഷാ ഹാളിൽ വെച്ച് നമുക്ക് ഈ ഡിപ്രഷനൊക്കെ കടന്നു വരുമ്പോൾ, പെട്ടെന്ന് നമുക്ക് സമയം പോയി എന്നുള്ള ഒരു ടെൻഷൻ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ കോൺഫിഡൻസും അങ്ങ് പോകും.
പിന്നെ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അല്ലേ. അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും വളരെ കാലങ്ങളായി പഠിക്കുന്ന മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങളൊക്കെ പോലെയുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിന്റെ ടെൻഷൻ കൊണ്ടാണ്. നമുക്ക് ആ ആൻസറിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് അത് വരില്ല. അതാണ് എക്സാം ഹോൾ എന്ന് പറഞ്ഞ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ വൺ വേർഡ് രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ നമുക്ക് തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കോൺഫിഡൻസോടുകൂടി അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുമെന്ന് തോന്നുന്ന മാർക്ക് വളരെ റിലാക്സ് ആയി നമ്മൾ നേടിയെടുത്തതിന് ശേഷം മാത്രം പ്രസ്താവന രീതിയിലുള്ള ഭാഗത്തേക്ക് കടക്കുക. പിന്നെ നമുക്ക് അഥവാ സമയം കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ടാവില്ല, വലിയ വിഷമം ഉണ്ടാവില്ല. നേരെ മറിച്ച് ആദ്യം പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി സമയമൊക്കെ തീർന്നു, ഇനി 1/4 മണിക്കൂറേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴായിരിക്കും നമ്മൾ എങ്ങോട്ട് പോവുക, മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ ചെയ്യാൻ പോവുക. അപ്പോൾ വളരെ നന്നായി മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും ചിലപ്പോൾ മാത്സ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി മാത്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാം അറിയുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വളരെയധികം നമുക്ക് വിഷമം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിൽ നിങ്ങൾ മലയാളമാണ് നിങ്ങൾക്ക് നന്നായി അറിയുന്നത് എന്നുണ്ടെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഏകദേശം നിങ്ങളുടെ മാർക്ക് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് കുറച്ചധികം റിലാക്സ്, അധികം ടെൻഷൻ ആവാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി 2ാം ഘട്ട പരീക്ഷ നടക്കാൻ പോകുന്നത് 17ാം തീയതിയാണ് അല്ലേ. അപ്പോൾ ആ 17ാം തീയതിയിലിടെ നമുക്ക് ശരിക്കും നമ്മുടെ കയ്യിൽ ഒരു 15 ദിവസമാണുള്ളത്. ഈ ഒരു 15 ദിവസം ഇനി എങ്ങനെ പഠിക്കണം എന്നോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഒരുപാട് PSC എക്സാമുകൾ എഴുതി എന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയുന്നതാണ്. ഈ ഒരു 15 ദിവസം നിങ്ങൾ ഇനി റാങ്ക് ഫയലോ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റിനോടനുബന്ധിച്ച വസ്തുതകൾ അത് പഠിക്കണം. എന്നാലും SSCRT അങ്ങനെ മാത്സ് ചെയ്ത് ഒരുപാട് സമയം കളയാം. അപ്പം അങ്ങനെയുള്ള സമയം കളയലിനൊന്നും ഇനി നമുക്ക് പ്രാധാന്യമില്ല. കാരണം നമ്മൾ എത്ര പഠിച്ചാലും നമ്മളുടെ മാർക്ക് നമ്മുടെ കയ്യിൽ ഒരു റാങ്കായി, നമ്മുടെ മാർക്ക് നമുക്കൊരു നല്ല റാങ്കിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പരീക്ഷാ ഹാളിൽ വെച്ച് എങ്ങനെ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പരീക്ഷാ ഹാളിലെ ആ ടെൻഷൻ, എല്ലാവരുടെ മനസ്സിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. ആ ഒരു ടെൻഷൻ, അപ്പോൾ ടൈം പോകുമ്പോഴുള്ള ടെൻഷൻ, ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു 1 അവറിനുള്ളിൽ തന്നെ ഒരു എക്സാം വളരെ നന്നായി എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ പരിശീലിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ഓരോ സിലബസും ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. SSCRT പഠിച്ചിട്ടുണ്ടാവും, മാത്സ് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എടുക്കും ഓരോ സിലബസിലെ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും നമുക്ക് അറിയാത്തതായി ഒന്നും ഉണ്ടാവില്ല അല്ലേ. അതുപോലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക, ഒന്നുകൂടെ റിവൈസ് ചെയ്തൊക്കെ നോക്കുക. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി കേൾക്കുക തന്നെ വേണം. കേട്ട് മാത്രമേ, ഒരുപാട് തവണ കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിലെ വേദികളും അതുപോലെ തന്നെ വിജയിച്ചവരും ഒക്കെ നമുക്ക് രാജ്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരികയുള്ളൂ. അതോടൊപ്പം ഡെയിലി നമ്മളിപ്പം ഈ 15 ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതും നമുക്ക് ഈ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് PSC നടത്താൻ തുടങ്ങിയതിന് ശേഷമുള്ള പരീക്ഷാ പേപ്പറുകൾ എടുത്ത് നമ്മൾ 1 അവറിനുള്ളിൽ തന്നെ എക്സാം എഴുതി പരിശീലിക്കും. അപ്പോൾ ഈ 15 ദിവസം നമ്മൾ 10ഓ 20ഓ 30ഓ എത്രമാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും പരീക്ഷകൾ നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് കവറായി പോകും. പിന്നെ നിങ്ങൾ വീണ്ടും മാത്സോ ഇംഗ്ലീഷോ മലയാളമോ എടുത്തു വെച്ച് പഠിക്കേണ്ട ആവശ്യം വരില്ല. മനസ്സിലായല്ലോ. പിന്നെ എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് നിന്നൊക്കെ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുകൾ വരും അല്ലെ, ഒരുപാട് നെഗറ്റീവുകളൊക്കെ വരും. അപ്പോൾ അതെല്ലാം നമ്മൾ വായിച്ച് പഠിക്കുക. എങ്ങനെയാണ് നമുക്ക് തെറ്റിയത്, എവിടെയാണ്, ഏത് രീതിയിലാണ് പ്രസ്താവന അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വിലയിരുത്തി പഠിക്കുക, വിശകലനം ചെയ്യുക. കുറച്ച് മുമ്പ് വരെ നമുക്ക് PSC പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ ഒരു 1-2 ഓപ്ഷൻ നമുക്ക് അറിയുന്നതുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. ഇപ്പൊ B എന്ന ഓപ്ഷൻ നമുക്കറിയാം, ശരിയാണ് അല്ലേ. പക്ഷെ അടുത്ത ഒരു ഓപ്ഷൻ നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും B എന്ന ഓപ്ഷൻ മാത്രമുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ അടുത്ത് നടത്തിയ ഖാദി ബോർഡ് LDCയിലൊക്കെ എന്ത് PSC ഇപ്പൊ തരുന്നില്ല, നമുക്ക് അങ്ങനെ 1-2 ഓപ്ഷൻസ് അറിയെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പം PSC എക്സാം തരുന്നത്. വളരെ വ്യത്യസ്തമായ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4 ഓപ്ഷനും വായിച്ചിട്ട് നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്ന ഒരു വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ LDC എന്ന് പറയുന്നത് 10ാം ക്ലാസ് ലെവലിലുള്ള ഒരു എക്സാം ആണ്.
ഇതുവരെ നമുക്ക് ആ ലെവലിൽ തന്നെ PSC ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത് ഇപ്പം +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഡീപ്പായി ആനുകാലിക കാര്യങ്ങളും അല്ലെ, ഇപ്പം കയറ്റുമതി, ഇറക്കുമതി, സാമ്പത്തിക കാര്യങ്ങൾ ഒക്കെ നമ്മളോട്, അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ നിന്നും എത്ര ശതമാനമാണ്, ദ്വിതീയ മേഖല എത്ര ശതമാനം, ഇപ്പോഴുള്ള വളർച്ചാ നിരക്ക്, നീതി ആയോഗിന്റെ ലേറ്റസ്റ്റ് ആയ കാര്യങ്ങളൊക്കെ PSC വളരെ വിശദമായി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 10ാം ക്ലാസ് ലെവലിലുള്ള എക്സാം എന്ന് കരുതി LDC താഴ്ത്തിക്കളയരുത്. ഇപ്പോ ഡിഗ്രി ലെവലിലാണ് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 10ാം ക്ലാസ് ലെവലിലുള്ള LDCയിൽ പോലും ഇപ്പോൾ ഡിഗ്രി ലെവലിൽ തന്നെയാണ് PSCയുടെ ചോദ്യങ്ങൾ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പഴയ രീതിയിലുള്ള പഠനങ്ങളൊക്കെ മാറ്റി വെക്കുക, പഴയ റാങ്ക് ഫയലൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ഒഴിവാക്കി വളരെ അപ്ഡേറ്റഡ് ആയി ഫോർവേഡായി ചിന്തിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ പരീക്ഷകൾ ഒരുപാടുണ്ട് അല്ലെ, LPS, UPS, അതുപോലെ തന്നെ തിരുവനന്തപുരം LDC, ഖാദി ബോർഡ് LDC, ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാം, ഇങ്ങനെ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടത്തിയ എല്ലാ പരീക്ഷകളിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ച വസ്തുതകളും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് വേദികളൊക്കെ ഡീറ്റെയിൽ ആയി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ T20 ക്രിക്കറ്റിന്റെ വേദി, അല്ലെങ്കിൽ ഇപ്പോ തലവന്മാരായിരിക്കുന്ന ആള്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, ഇതൊക്കെ PSC ഈ 5 പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. സയൻസിന്റെ ഭാഗത്തു നിന്ന് 3-4 ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ PSC ആവർത്തിക്കുന്ന മേഖലകളൊക്കെ വിശകലനം ചെയ്ത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം LD എക്സാമിന് പോകാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. PSCക്ക് എത്രമാത്രം നമ്മൾ പഠിച്ചു എന്നതല്ല കാര്യം. 5-6 വർഷം പഠിക്കുന്നത് നമ്മൾ ഒരേ സിലബസ് ആണ് അല്ലെ, 5 വർഷമൊക്കെ PSC പഠിക്കുന്നവരുണ്ടാവും. അപ്പോ നമ്മൾ 5 വർഷവും പഠിച്ചിരിക്കുന്നത് LDCയുടെ ഒരേ സിലബസ് ആണ്, ആ സിലബസിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഏതൊരു ടോപ്പിക് എടുത്താലും നമുക്ക് അറിയുന്ന കാര്യങ്ങളെ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നിരുന്നാലും പരീക്ഷാ ഹാളിൽ വെച്ച് നമുക്ക് മാർക്ക് കിട്ടുന്നില്ല. എത്രയോ പ്രാവശ്യം പഠിച്ച കാര്യങ്ങൾ പോലും പ്രസ്താവന രീതിയിൽ വരുമ്പോൾ നമ്മൾ ആകെ ഡെസ്പായി പോകുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എക്സാം ഹാളിലുള്ള നമ്മുടെ ഡിപ്രഷനാണ്, നമ്മുടെ ടെൻഷനാണ്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ് വേണ്ടത്. PSC നടത്തുന്ന എല്ലാ പരീക്ഷകളും, നമുക്ക് ആവശ്യമുള്ള പരീക്ഷയായാലും അല്ലാത്ത പരീക്ഷയായാലും ടെക്നിക്കൽ ലെവലുള്ള പരീക്ഷകളിലായാലും, ഇപ്പൊ LP UP എഴുതിയവരായിരിക്കില്ല LD എഴുതുന്നത്. അപ്പോൾ ആ രീതിയിൽ അവരെന്ത് ചെയ്യുക, LP UP എക്സാം കൂടെ എഴുതി നോക്കുക, സ്പെഷ്യൽ ടോപ്പിക് ഒഴികെ ബാക്കി എഴുതി നോക്കാമല്ലോ. അപ്പൊ അങ്ങനെ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. പരീക്ഷാ ഹാളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അതേ രീതിയിൽ തന്നെ OMR ഷീറ്റൊക്കെ വെച്ച് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു കോൺഫിഡൻസ് പരീക്ഷാ ഹാളിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ഒരിക്കൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു നല്ല റാങ്കായി, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ദിവസം വരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ദിവസം ഇപ്പൊ വാർത്തകളിൽ കാണുന്നതാണ് അല്ലെ, നമുക്ക് മഴക്കാല ദുരന്തമൊക്കെ, ഉരുൾപൊട്ടലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മേഖലകളിലുള്ള കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടാവും. ചിലപ്പോൾ പുസ്തകമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ആ കുട്ടികൾക്കും PSC എക്സാം ഒക്കെ വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടത് പോയതൊക്കെ PSC നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ ടെൻഷനൊന്നും അടിക്കരുത്. ആ ഭാഗത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാതെ മനസ്സിൽ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ഉള്ള വേദനകളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന ഒരു നല്ല ദിവസം വരും. ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ, കൊറോണ, നിപ്പ വൈറസ്, അതുപോലെ തന്നെ 2018 ദുരന്തം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ലോകം നശിച്ചു എന്ന് കരുതിയെടുക്കുന്നവരെ കൊറോണ എന്ന ദുരന്തം നമ്മൾ ഒരിക്കലും കരകയറും എന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്നിട്ട് പോലും നമ്മൾ അതിൽ നിന്നൊക്കെ മാറി അല്ലെ, പുന്നാമ്പുകളൊക്കെ വിടർന്നു, പൂക്കളൊക്കെ വിടർന്നു, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, നമ്മളെ പോലെയുള്ള PSC ഉദ്യോഗാർത്ഥികൾ പഠിക്കാൻ തുടങ്ങി, എക്സാം എഴുതാൻ തുടങ്ങി, നിയമനം തുടങ്ങി അല്ലെ, എല്ലാ കാര്യങ്ങളും പഴയതുപോലെയായി അല്ലെ. ഇനിയും അതുപോലെ ഒരു നല്ല നാളെ എല്ലാവർക്കും വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കുറച്ച് ടിപ്സുകളൊക്കെ ആയി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.